സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാ ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 18-ാമത്തെ വാക്യം നമുക്ക് നോക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. നീ ഈ ഭൂമിയിലാണെങ്കിലും നീ സ്വർഗത്തിൽ പോയാലും നിന്റെ സകല ആവശ്യങ്ങളും നിവർത്തിക്കുവാൻ കഴിയുന്ന, നിന്റെ കൂടെയിരിക്കുന്ന, നിന്റെ പക്ഷത്തു നിന്ന് പോരാടുന്നതായ, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാകുന്നു നിന്റെ ദൈവമെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഇന്ന് പല വിഷയങ്ങളിലും മനുഷ്യനെ ഭയമാണ് വേട്ടയാടുന്നത്. ഭയപ്പെട്ടത് തന്നെ അവന് സംഭവിച്ചു. വേദനിക്കുന്നത്, അതുപോലെ ആകുലപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നാളെ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഇന്ന് ദുഃഖിക്കുന്ന കാര്യമാണ്. എന്താണ് നാളെ സംഭവിക്കുന്നതിനെ ഓർത്തുകൊണ്ട്? നാളെ ആക്സിഡന്റ് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ആരെങ്കിലും ദുഃഖിച്ച് ഇരിക്കുമോ? ചില ആളുകൾക്ക് അതുപോലെ ആകുലത, വിചാരം എന്ന് പറയുമ്പോൾ ഇന്നലെ സംഭവിച്ചത്, അതുപോലെ നാളെ സംഭവിക്കാൻ പോകുന്നത് ഒക്കെ ഓർത്തുകൊണ്ട് ഇവയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇതിനെക്കുറിച്ചുള്ള ഭാരത്താൽ, ആകുലതയാൽ നിറഞ്ഞുകൊണ്ട് എനിക്കെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നിനക്കെന്തറിയാം, എനിക്കെത്രയോ ദുഃഖങ്ങളുണ്ട്, നിനക്കെന്തറിയാം, എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ന് പുതിയ വന്നിട്ടുള്ള ഡയലോഗാണിത്. എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന്. ചിലർ പറയും, നിനക്കെന്തറിയാം എൻ്റെ ദുഃഖത്തെക്കുറിച്ച്. അതും മറ്റൊരു ഡയലോഗാണ്. എന്താണ്? എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിന്റെ അവസ്ഥ അറിയുന്ന ദൈവം, നിന്റെ ഭൂതകാലത്തെ അറിയുന്ന ദൈവം, നമ്മുടെ കാലഗതികളെല്ലാം തന്നെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണ്. സത്യമായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമുള്ളവനായിരിക്കും. എൻ്റെ ബലം കൊണ്ടല്ല, നിന്റെ ബലം കൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആരാധിക്കുന്നതായ ക്രിസ്ത്യാനികൾ മരിച്ചവരെ പോലെയാകുവാൻ പാടില്ല. അതിക്രമത്താലും പാപത്താലും മരിച്ച അവസ്ഥയിലായിരുന്നതായ നമ്മെ അവൻ തൻ്റെ രക്തം നൽകി ജീവിപ്പിക്കാനിടയായി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ച് തെളിവുകൾ ആവശ്യമാണോ? ബൈബിളിൽ അനേകം തെളിവുകളുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായി വിശദമാക്കിയിട്ടുണ്ട്. അവൻ യഥാർത്ഥമായിട്ട് ഉയർത്തെഴുന്നേറ്റിരുന്നില്ല എങ്കിൽ അവനെ പിന്തുടർന്നതായ സാധാരണക്കാരായ 12 ശിഷ്യന്മാർ എന്താണ്? ചിന്തിക്കൂ, അവന് വേണ്ടി രക്തസാക്ഷികളാകുമോ? അവന്റെ സുവിശേഷം അറിയിക്കുവാൻ ലോകമെമ്പാടും സഞ്ചരിക്കുമായിരുന്നോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. അവൻ യഥാർത്ഥമായി ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ അവർ വീണ്ടും എവിടേക്ക് പോകുമായിരുന്നു? മീൻ പിടിക്കാൻ പോകുമായിരുന്നു. അവൻ യഥാർത്ഥമായിട്ടും ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ സംഭവത്തെക്കുറിച്ച് ഈ ദിവസം നാം ധ്യാനിക്കുവാൻ ഇടയാകുമായിരുന്നോ? ഇന്ന് ലോകമെമ്പാടും നോക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നതായ ആളുകൾ, അവനാൽ രക്ഷ പ്രാപിച്ച ആളുകൾ ഉണ്ടായിരിക്കുമായിരുന്നോ? 3 ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചത് നൂറ്റാണ്ടുകളായിട്ടും ലോകത്തിന്റെ എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നേരെ എവിടേക്കാണ് പോയത്? പറയുക. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ന്യായമായിട്ട് പറഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത്? എടാ പിലാത്തോസേ, നീ ഏൽപ്പിച്ചു കൊടുത്തോ? കാണിക്കാം. ഞാൻ രാജാവാണോ എന്ന് നീ ചോദിച്ചല്ലോ. ഇപ്പോൾ നീ നോക്കുക, ഞാൻ രാജാവാണോ എന്ന്. എന്താണ്? അല്ലെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് പരീശന്മാരോടും ശാസ്ത്രിമാരോടൊക്കെ ചോദിക്കും, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഞാൻ അന്ന് പറഞ്ഞതായ സത്യങ്ങൾ, ഞാൻ പറഞ്ഞതായ വചനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞില്ലേ, ഞാനിതാ ജീവിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക പരീശന്മാരെ, വിശ്വസിക്കുക ശാസ്ത്രിമാരെ, പരീശന്മാരെ, സദൂക്യന്മാരെ. എന്താണ്? അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സമുദ്രതീരത്ത് നിന്നുകൊണ്ട്, മലയിൽ പ്രസംഗിച്ച ഇടത്ത് നിന്നുകൊണ്ട് ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ? എന്താണ്? ലോകത്തിന് മാറ്റമുണ്ടാകുമായിരുന്നോ? ലോകം മാറുമായിരുന്നോ? ഓടിപ്പോകുമായിരുന്നോ? എന്താണ്? എന്നാൽ കർത്താവ് എന്താണ് ചെയ്തത്? എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. നോക്കൂ, യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്?
പത്രോസിനല്ല, യോഹന്നാനല്ല, ശിഷ്യന്മാർക്കല്ലായിരുന്നു, മഗ്ദലക്കാരത്തി മറിയത്തിനായിരുന്നു. അനേകം സ്ത്രീകൾ അവിടെ കടന്നു വന്നു. കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് അവർ കണ്ടു. അവിടെ ഇരുന്നതായ ദൂതൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ തിരയുന്നത് എന്തിന്? അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള സ്ത്രീകൾ കടന്നുപോയതായിട്ട് കാണുന്നു. എന്നാൽ ഈ സഹോദരി അവിടെ നിന്ന് തന്നെ കരയുന്നതായിട്ട് കാണാം. കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുമ്പോൾ, സ്ത്രീയെ, നിങ്ങൾ ആരെ തിരയുന്നു? എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്നാരെങ്കിലും ചോദിച്ചോ? ഞങ്ങൾ വചനം കേൾക്കാൻ വന്നവരാണ്, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്? വചനം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ട് പൊയ്ക്കോളാം. ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? വെറുതെ വിങ്ങിപ്പെട്ടുന്ന കാര്യമല്ല. യേശു കർത്താവിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ ദുഃഖിപ്പിച്ചതോർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ അന്വേഷിച്ചിട്ടുണ്ടോ? കണ്ണുനീരോടുകൂടി കർത്താവിനെ തിരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല. തിരിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയാത്തത്. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. സ്വർഗമെന്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമാകുന്നു. ഞാൻ അത്യുന്നതനാണു, അത്യുന്നതത്തിൽ വസിക്കുന്നതായ ദൈവമാണ്, സർവശക്തനാണ്. എന്നാൽ നുറുക്കമുള്ള ഹൃദയമുള്ള വ്യക്തികളിൽ ഞാൻ നിവസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണെങ്കിലും ശരി, അവിശ്വാസമുള്ള മനസ്സുള്ളവരായി നിങ്ങൾ ഇരിക്കാതെ വിശ്വാസത്തോടുകൂടി കർത്താവിനെ നിങ്ങൾ തിരയുകയാണെങ്കിൽ ആ കർത്താവിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ മനസ്സിലെ സകല ഭാരങ്ങളെയും ദുഃഖത്തെയും എല്ലാം അവൻ അഴിച്ചുമാറ്റും. പുള്ളിപ്പുലിക്ക് തൻ്റെ ശരീരത്തിലുള്ളതായ പുള്ളികളെ, ആ മാർക്കുകളെ മായ്ക്കുവാൻ കഴിയുമോ? മാറ്റുവാൻ കഴിയുമോ? ദോഷം ചെയ്യുന്നത് ശീലമാക്കിയ മനുഷ്യന് തൻ്റെ ജീവിതത്തെ മാറ്റപ്പെടുത്തുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം നൽകാനാണ് യേശു വന്നത്. അവൻ ക്രൂശിൽ യാഗമായി മരണത്തിന്റെ ബലമുള്ള ഹസ്തങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിന് മരണത്തെ ജയിച്ചവൻ എഴുന്നേറ്റു. ഈ ജീവനുള്ളതായ കർത്താവിനെ നീ ഇന്ന് ആരാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റം കാണണം, പ്രത്യേകത കാണണം, വിശുദ്ധി കാണണം. എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ അറിയുന്നു, ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുന്നവൻ അവിശ്വസ്തയോടെ ജീവിക്കുകയില്ല. എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണ്, അവനെ ഒളിച്ച് എനിക്കെങ്ങും പോയിരിക്കുവാൻ കഴിയില്ല, എന്നെ അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ പാപം ചെയ്യുവാനുള്ളതായ ആഗ്രഹം ഉണ്ടാകുമോ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയത്ത് പാപിക്ക് പരിവർത്തനം സംഭവിച്ചു. പ്രയോജനമില്ലാത്തവർ പ്രയോജനമുള്ളവരാകുവാൻ, ലക്ഷ്യമില്ലാത്തവർ ലക്ഷ്യമുള്ളവരാകുവാൻ, ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടാളിയായിട്ട് കർത്താവ് നൽകി. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? മത്തായി 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് കർത്താവ് അരുളി ചെയ്യാനിടയായത്. ഇതാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതായ കാര്യം. യേശുക്രിസ്തു എല്ലാവരുടെയും കർത്താവാണ്. അവനെക്കുറിച്ച് പറയുന്നത് ക്രിസ്ത്യാനിയുടെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അല്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ആരും നശിക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ദിവസം ഒന്നാമതായി യേശുക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കണം. നിന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് അറിയണം. എത്ര പേർ യേശു ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു? ആദ്യം നിങ്ങൾ മരിച്ചവരാണോ അതോ ജീവിക്കുന്നവരാണോ? പറയുക. ജീവനുള്ളവനെന്നുള്ള പേര് നിനക്കുണ്ട്, എന്നാൽ നീ മരിച്ചവനാകുന്നു. അതാണ് വചനം പറയുന്നത്. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞങ്ങളുടെ യേശു ജീവിക്കുന്നുവെന്ന് നിങ്ങളുടെ അയൽക്കാരോട് പറയുകയാണെങ്കിൽ എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ എന്ത് നിങ്ങൾ പറയും? നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും. പറയുക, ദൈവത്തെ കാണുവാൻ കഴിയില്ല, അതുകൊണ്ടാണ് യേശു ക്രിസ്തു റെഡ്യൂസ് ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ കൂടി
പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ പോകുന്നില്ല. 10 ശിഷ്യന്മാർ മുറിയിൽ കയറി അടച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ കർത്താവ് കടന്നു വന്നു. അവർ അതിശയിക്കാനിടയായി. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അവൻ പോയതിനു ശേഷം തോമാസ് കടന്നു വന്നു. ആ 10 ആളുകളും ഒരുമിച്ച് ഞങ്ങൾ കർത്താവിനെ കണ്ടു, യേശുവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ തോമാസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ കണ്ടോ? ശരി, ഞാനും വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ കാണാതെ ഞാൻ വിശ്വസിക്കില്ല. അവൻ്റെ ശരീരത്തിലെ ആണിപ്പഴുതിന് ഞാൻ വിരൽ തൊട്ട് നോക്കാതെ ഞാൻ വിശ്വസിക്കുക ഇല്ല എന്ന് പറഞ്ഞു. അത് നല്ലതായിരുന്നോ മോശമായിരുന്നോ പറഞ്ഞത്? അറിയില്ല. നാമമാത്ര വിശ്വാസമല്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അനുഭവിച്ച് അറിയുന്നതാണ് യഥാർത്ഥ ഭക്തി. കർത്താവ് അവനു വേണ്ടി വീണ്ടും ഞായറാഴ്ച വരാനിടയായി. നീ വിശ്വസിച്ചില്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞോ? 10 പേർ വിശ്വസിച്ചല്ലോ, അത് മതിയെന്നാണ് പറഞ്ഞത്? അല്ല, അടുത്ത ശബദ്നാൾ വന്ന സമയത്ത് എല്ലാ ശിഷ്യന്മാരും 11 ശിഷ്യന്മാരും മുറിയിൽ കൂടിയിരിക്കുന്നതായ സമയത്ത് കർത്താവ് നേരെ ആരുടെ അടുക്കലാണ് വന്നത്? തോമാസിന്റെ അടുക്കൽ. നിന്റെ വിരൽ നീട്ടി എന്നെ തൊടുക, എൻ്റെ ആണിപ്പഴുതിൽ വിരൽ തൊട്ട് നോക്കുക. അവിശ്വാസിയായിട്ടല്ലാതെ വിശ്വാസിയായിട്ട് ജീവിക്കൂ. ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ എന്തെങ്കിലും അവിശ്വാസം ഉണ്ടേ എങ്കിൽ അത് മാറ്റിക്കളയുക. കർത്താവ് അതിനെ മാറ്റിക്കളയുവാൻ മതിയായ ദൈവമാണ്. അവിശ്വാസിയെ അവൻ ശിക്ഷിച്ചില്ല, വിശ്വാസി ആയിരിക്കാൻ വേണ്ടി അവനെ ബോധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബൈബിളിൽ പറയുന്നു, കണ്ടിട്ട് വിശ്വസിച്ചവരെക്കാൾ കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ എത്രയോ വിഷയങ്ങൾ, നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ അമ്മയെ കണ്ടോ? ജനിച്ചപ്പോൾ അമ്മയെ കണ്ടായിരുന്നോ? 10 വയസ്സ് പ്രായമാകുന്ന ഒരു കുട്ടി നേരെ അമ്മയുടെ അടുക്കൽ ചെന്ന്, അമ്മയെ യഥാർത്ഥമായി അമ്മയ്ക്കാണോ ഞാൻ ജനിച്ചത് എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ അടി കിട്ടും. അല്ലെങ്കിൽ ചോദിക്കണം, യഥാർത്ഥമായിട്ടാണെങ്കിൽ എന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചതാ. അമ്മ പറയുന്ന, എടാ, ഗ്രാമപ്രദേശത്ത് ആ കാലത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു, എങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ ഭോഷനാണോ? എന്താണ് നിങ്ങൾ പറയുക? നിങ്ങൾക്ക് ജന്മം നൽകിയതായ അമ്മയെ സംശയിച്ചാൽ അതിൽ വലിയ പാപം ഇല്ല. നാം കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ഉയർപ്പിൻ്റെ നാളിൽ നിന്റെ മനസ്സിൽ ഒരുപക്ഷെ ദൈവത്തോട് സംശയമുണ്ടെങ്കിൽ വെളിയിൽ ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കരുത്. ദൈവത്തോട് തന്നെ ചോദിക്കുക. അവൻ സംസാരിക്കുന്ന ദൈവമാണ്, അവൻ വെളിപ്പെടുന്ന ദൈവമാണ്, അവൻ മനുഷ്യനെ പ്രബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവമാണ്. അവൻ മൃദുശബ്ദത്തിൽ സംസാരിക്കാനിടയാകും. അവൻ ദർശനത്തിൽ കൂടി സംസാരിക്കും. അവൻ സ്വപ്നത്തിൽ കൂടി സംസാരിക്കും. ദൈവദാസന്മാരിൽ കൂടി, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി അവൻ സംസാരിക്കും. അവൻ സംസാരിക്കുന്നതായ സമയത്ത് ആ ദൈവം എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു എന്നുള്ളതായ വിശ്വാസം നിനക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും. അതുകൊണ്ട് പേരിന് വേണ്ടിയുള്ള ഭക്തി അല്ലാതെ വിശ്വസിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51 മുതൽ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും, നിറവേറാനിടയാകും. മനസ്സിലാകുന്നുണ്ടോ? ഈ ശരീരത്തിന് വേണ്ടിയല്ല നാം യേശുവിൽ വിശ്വസിക്കുന്നത്, ആ ശരീരത്തിന് വേണ്ടിയാണ്. ഈ ശരീരം നശിച്ചു പോയാലും, ഈ ശരീരം ദ്രവിച്ചു പോയാലും, ഈ ശരീരം മണ്ണായി മാറിയാലും, ഈ ശരീരം തകർന്നു പോയാലും മഹത്വത്തിന്റെ ശരീരം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. മഹത്വമുള്ള ശരീരത്തോടുകൂടി അമർത്യമായതായ
ഇപ്പോൾ ഒരു മനുഷ്യനെ പിടിച്ച് താഴേക്കിടുകയാണെങ്കിൽ അവന് താഴേക്ക് വീഴുമോ അതോ മുകളിലേക്ക് പോകുമോ? ഒരു മനുഷ്യനെ ഉയർത്തിവിടുകയാണെങ്കിൽ അല്ലെങ്കിൽ എയ്റോപ്ലെയിനിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെറിയുകയാണെങ്കിൽ മുകളിലേക്ക് പോകുമോ? ഇല്ല, താഴേക്ക് വീഴും. എന്തുകൊണ്ടാണ്? ഈ മണ്ണായ ശരീരം ഈ മണ്ണിനെ ആകർഷിക്കുന്നു. എന്നാൽ ദൈവം നൽകുന്നതായ ശരീരം സ്വർഗത്തെയാണ് ആകർഷിക്കുന്നത്. അതുകൊണ്ട് താഴെ വീഴില്ല. കർത്താവ് വരുമ്പോൾ നാം എല്ലാം രൂപാന്തരപ്പെടും. നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശ. ഇത് പേരിന് വേണ്ടിയുള്ള ഭക്തിയല്ല, ഇത് യഥാർത്ഥമായിട്ടുള്ളതായ ശാശ്വതമായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവം എന്താണോ മനുഷ്യനെക്കുറിച്ച് പദ്ധതി ഒരുക്കിയത്, ആ പദ്ധതി നിവർത്തിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ആ കർത്താവ് ഇറങ്ങി വന്നു. അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം തുറന്നു തന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലില്ല എന്ന് പറഞ്ഞു. ജീവനും പുനരുദ്ധാനവും ഞാൻ തന്നെ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. മരിച്ചാലും എന്താണ്? ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് വരുമ്പോഴേക്കും, ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ എത്ര പേർ എടുക്കപ്പെടും? ഈ ശ്രേഷ്ഠമായ ദിവസത്തിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് ശുദ്ധിയോടെ ഇരിക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ യഥാർത്ഥമായി ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എടുക്കപ്പെടും. എന്താണ്? വേഗത്തിൽ മരിച്ച് അടക്കപ്പെടേണ്ടതായ കാര്യമില്ല. നാം രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ ജീവനോടെ തന്നെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുവാനിടയായെന്ന് വചനം പറയുന്നു. ഒരുപക്ഷെ നാം മരിച്ചു പോവുകയാണെങ്കിൽ നമ്മെ അടക്കിയ കല്ലറ കർത്താവ് വരുമ്പോൾ തുറക്കപ്പെടാനിടയാകും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. മോശ മരിച്ചു, ദൈവം അവനെ അടക്കാനിടയായി. എന്നാൽ നിങ്ങൾ മരുഭൂമിയിൽ നോക്കുമ്പോൾ അവിടെ ഉയർത്തപ്പെട്ട ഏലിയാവിനെയും ആ മരിച്ചുപോയതായ മോശയെയും കാണാം. അതായത് കർത്താവിനോടൊപ്പം യുഗങ്ങളോളം, കർത്താവിനോടൊപ്പം നിത്യമായി നിവസിക്കുവാൻ, അവൻ്റെ രാജ്യത്തിൽ നാം നിവസിക്കുവാൻ പോവുകയാണ് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ. ഇതാണ് പ്രത്യാശ. അതുകൊണ്ട് ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഒരു തേനീച്ച കുത്തുവാൻ ഒരു കൊച്ചുകുഞ്ഞിനെ ഓടിച്ചപ്പോൾ ആ കുഞ്ഞ് അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് തൻ്റെ സ്വന്തം അമ്മയുടെ അടുക്കലേക്ക് പോയി. ആ മമ്മി അവളെ വാരി പുണരാനിടയായി. അപ്പോൾ തേനീച്ച വന്ന് മമ്മിയുടെ കയ്യിൽ കുത്താനിടയായി. അതിനുശേഷം ആ അമ്മ ആ തേനീച്ചയെ കയ്യിലെടുത്തിട്ട് കുഞ്ഞിന്റെ അടുക്കൽ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇതാ നീ നോക്കൂ എന്ന് പറഞ്ഞ് കൈ കാണിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് ഭയമാകുന്നുവെന്ന്. നീ പേടിക്കേണ്ട, ഈ തേനീച്ച നിന്നെ ഇനി ഒന്നും ചെയ്യില്ല. എന്തുകൊണ്ടെന്നാൽ തേനീച്ചയുടെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്. അത് ഒറ്റത്തവണ മനുഷ്യന്റെ ശരീരത്തിൽ കുത്തിവെച്ചാൽ അതവിടെ തന്നെ കയറിയിരിക്കും. ഇനിയും മറ്റൊരാളെ കുത്തുവാനുള്ളതായ ശക്തി അതിനില്ല. മരണത്തിന്റെ വിഷമുള്ള കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് മരണം ഇനിയും നമുക്ക് ശാപമായിട്ട് തീരില്ല. മരണത്തിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നാം മരിച്ചേക്കാം, എന്നാൽ മരണം നമുക്ക് മധുരതരമായ ഒരു അനുഭവം, നിത്യജീവന്റെ വാതിലാണ് തുറന്നു തരുന്നത്. അതാണ് മരണത്തിന്റെ വിഷമുള്ളവൻ എടുത്തു മാറ്റിയിരിക്കുന്നു. അതിനുശേഷം അതാണ് പറയുന്നത് 57-ാമത്തെ വാക്യത്തിൽ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം ഉണ്ടാകുമാറാകട്ടെ. ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് മരണത്തിന്റെ വിഷമുള്ളിനെ എടുത്ത് നമുക്ക് ജയം നൽകിയിരിക്കുന്നതായ കർത്താവിന്റെ നാമം ഈ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. മരണത്തിന്റെ വിഷമുള്ള എടുത്തിരിക്കുന്നു. പാപത്തിന്റെ ബലം നിന്നിൽ ഇല്ലാതിരിക്കുവാൻ, പിശാചിന്റെ ശക്തികൾ നിന്നെ തൊടാതിരിക്കുവാൻ ക്രൂശിൽ യാഗം നടന്നു. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ദൈവം ജീവനുള്ളവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ വിമോചകൻ ജീവിക്കുന്നവനാണ്. എന്റെ യേശു കർത്താവ് സമാധിയിൽ ഇല്ല. മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് പാപിയായ എന്നെ, ഒരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെ അവന്റെ മകനായിട്ട് മാറ്റിയെടുക്കുവാൻ യാഗമായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്ന് ഓർത്ത് ധൈര്യപ്പെടാം. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് എല്ലാത്തിനും ഭീതിപ്പെടുന്നത്?
എന്തിനാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത്? നിങ്ങളുടെ ജീവിതം മുഴുവനും അവിശ്വാസമാണോ? ജീവിതത്തിൽ എപ്പോഴും നിരാശയാണോ? ഇതാ, ഇന്ന് നിന്റെ സംശയം മാറ്റാൻ കർത്താവ് നമ്മുടെ മധ്യയിലുണ്ട്. ഇതാ, കരം നീട്ടി നീ എന്നെ തൊട്ടു നോക്കുക. അവിശ്വസിക്കാതെ വിശ്വാസിയായിരിക്കുക. എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാമെന്ന് കർത്താവ് പറഞ്ഞു. എന്നെ അന്വേഷിക്കുക, അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് കർത്താവ് പറഞ്ഞു. മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് അവനെ അന്വേഷിക്കാം. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് നിന്റെ അനുഭവത്തിൽ കൂടി നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ സ്പർശനം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. നിത്യ നരകത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മാറ്റുവാൻ, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് ജയാളിയായിട്ട്, ജയിച്ചവനായിട്ട് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി യാചന കഴിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് അവൻ മധ്യസ്ഥത അണയ്ക്കുന്നത്. എത്ര കാലമായി നീ വചനം കേൾക്കുന്നു? ഇപ്പോഴും നിന്റെ ഹൃദയത്തിന് ഒരു മാറ്റവുമില്ലല്ലോ. നിനക്കുള്ള വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടില്ലേ? നിന്റെ ഭോഷത്വം മാറുകയില്ലേ? നിനക്ക് കഴിയില്ല എങ്കിൽ പറയുക, എന്നെ ഞെരുക്കുന്ന ബന്ധനങ്ങളെ നോക്കണമേ കർത്താവേ. എന്നെ കീഴടക്കുവാൻ നോക്കുന്ന പിശാചിനെ നോക്കണമേ കർത്താവേ. എന്നിലെ അവിശ്വാസങ്ങളെല്ലാം എടുത്തു മാറ്റണമേ കർത്താവേ എന്ന് വായ് തുറന്ന് പ്രാർത്ഥിക്കുക. ഇന്നൊരു പുതിയ മനുഷ്യനായിട്ട്, പഴയ ജീവിതത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റതായ ഒരു പുതിയ മനുഷ്യനായിട്ട് നിനക്ക് ജീവിക്കുവാൻ കഴിയും. യേശു ഉള്ള കല്ലറ തുറക്കപ്പെടും. നീ മദ്യപാനത്തിന്റെ കല്ലറയിലാണെങ്കിൽ അവിടെ നിന്ന് തുറക്കപ്പെട്ട് നീ വെളിയിൽ വരണം. നീ കണ്ണുനീരിന്റെയും കഷ്ടതയുടെയും താഴ്വരയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. ഈ ദിവസം നിനക്ക് ജയമാണ്. അവൻ കല്ലറയിൽ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. 500ഓളം വിശ്വാസികൾ നോക്കി നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് ആരോഹണമായി പോയതായ കർത്താവ് വളരെ വേഗം വരാൻ പോകുന്നു. ഈ ലോകം ശാശ്വതമായതല്ല. ഈ ലോകത്തിൽ നിന്റെ ജീവിതം ശാശ്വതമായതല്ല. മണ്ണായ ശരീരം മണ്ണിലേക്ക് തന്നെ തിരികെ ചേരാനിടയാകും. ആത്മാവ് അതിനെ അയച്ചതായി ദൈവത്തിങ്കിലേക്ക് തിരികെ പോകും. ഇന്ന് ആ കർത്താവിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക. എൻ്റെ ഹൃദയത്തിൽ വലിയൊരു മാറ്റം നൽകണമേ. എനിക്ക് നല്ലൊരു അനുഭവം നൽകണമേ അപ്പാ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എനിക്ക് നൽകണമേ കർത്താവേ. പിശാചിനെ തകർത്തതായ ആ ശക്തി എനിക്ക് നൽകണമേ കർത്താവേ. പിശാചിനെ നേരിടുവാൻ കഴിയുന്ന ശക്തി എനിക്ക് നൽകണമേ. സാത്താനെ ജയിക്കാൻ ആവശ്യമായ ശക്തി നൽകണമേ. നീ സർവാധികാരിയായിരിക്കുന്ന ദൈവമെന്ന് പറയുന്നത് കൊണ്ട്, സകല സൃഷ്ടിയോടും നിന്റെ സുവിശേഷം പറയുവാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, സകല സൃഷ്ടിയോടും ചെന്ന് നിന്റെ സുവിശേഷം അറിയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് ചോദിക്കാം. ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നും പുതിയൊരു ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ പൈതലായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കരമുയർത്തുക. അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നു മുതൽ കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിശാചിന് കീഴടങ്ങില്ല, പാപത്തിന് കീഴടങ്ങില്ല, ദൈവപൈതലായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നവർ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. കർത്താവെ എന്നെ സഹായിക്കണമേ, കർത്താവെ എന്നെ സഹായിക്കണമേ. ഞാൻ വീണുപോകുന്നപ്പാ, ഞാൻ വഴുതിപ്പോകുന്നപ്പാ, ഞാൻ അവിശ്വാസത്തിന് ഇടം കൊടുക്കുന്നു. ഞാൻ അലസനായിട്ട് ജീവിക്കുന്നു, മടിയനായിട്ട് ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കൃപ എനിക്ക് നൽകുമാറാകണമേ. ഞാൻ എത്ര ഭയപ്പെട്ടാലും ഇത്ര വലിയ ഒരു ദൈവമുണ്ടെന്നും എനിക്ക് വേണ്ടി ജീവൻ നൽകിയതായ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നും ഒരു വിശ്വാസം നൽകണമേ. അവിശ്വാസത്തെ എടുത്തു മാറ്റണമേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് വലിയൊരു വിടുതൽ നടക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്ഥിതിയെ ബോധിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ വീഴാതെ നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങളെ നടക്കുവാൻ പഠിപ്പിക്കുന്നവൻ, നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളെ നടത്തുന്നതായ ദൈവമാണ്. നിങ്ങൾ ഈ ലോകത്തെ വിട്ട് പോകുന്ന സമയത്ത് അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി നിങ്ങളെ മാറ്റുന്ന ദൈവമാകുന്നു അവൻ. ദൈവം നിങ്ങളുടെ കരം പിടിക്കുവാൻ സമർത്ഥനായ ദൈവമാണ്. ഇതാ കർത്താവേ, എൻ്റെ കരം പിടിക്കണമേ. പാപത്തിൽ വീഴാതെ എന്നെ പിടിക്കണമേ. വേദനയിലായിരിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന എൻ്റെ ദുഃഖം മാറ്റണമേ. കണ്ണുനീരിലായിരിക്കുന്നു, കണ്ണുനീർ തുടയ്ക്കണമേ. നിന്റെ മൃദുസ്വരം എന്നെ കേൾപ്പിക്കണമേ.
നിന്റെ സ്നേഹസ്പർശനം എനിക്ക് നൽകണമേ. നിന്നിലുള്ളതായ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം നൽകണമേ അപ്പാ. ജീവിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള ധൈര്യം നൽകണമേ കർത്താവേ. എല്ലാവരും വായു തുറന്ന് കർത്താവിനോട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നീ മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഒരിക്കലും മനസ്സാന്തരപ്പെടാൻ സാധ്യതയില്ലായിരിക്കാം. ഇന്ന് ദൈവത്തോട് തീരുമാനമെടുത്തില്ലെങ്കിൽ നിനക്ക് മറ്റൊരു അവസരം കാണില്ലായിരിക്കാം. ഇതായിരിക്കാം ഒരുപക്ഷെ നിന്റെ അവസാന അവസരം. ദൈവത്തോട് സമാധാനപ്പെടുക, ക്രമപ്പെടുത്തുക. എനിക്കൊരു പുതിയ ജീവിതം വേണം, വിശുദ്ധിയുള്ളതായ ഒരു ജീവിതം വേണം. ധൈര്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ തരണം. ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കണം. ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ സാക്ഷി ഞാനാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയണം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച എല്ലാവരെയും നോക്കണമേ കർത്താവേ. ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ നടത്താമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളെ വീഴാതെ കാക്കുന്ന ദൈവമേ, മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ഞങ്ങൾ വീഴാതെ ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതായ ദൈവമേ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അവിവേകം കൊണ്ട് വരുത്തിവെച്ചതായ രോഗങ്ങളെ, ഞങ്ങളുടെ ഭോഷത്വം കൊണ്ട് വരുത്തിവെച്ചതായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ കുടുംബത്തിൻ്റെ പലവിധ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വരുത്തിവെച്ചതായ സകല ശിക്ഷകളും അതിന്റെ ഫലം നീ കാൽവറിയിൽ അന്ന് വഹിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ അപ്പാ. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഭാരമെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ അനുഗമിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ കൃപ തരണമേ. ഇനിയും ആരാണോ തോമസിനെ പോലെ അവിശ്വാസിയായിരിക്കുന്നത്, ആരൊക്കെയാണോ ഹൃദയത്തിൽ വിശ്വസിക്കാതെ അവിശ്വാസത്താൽ ആയിരിക്കുന്നത്, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വിടുതൽ കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. മനസ്സാന്തരം നേടിക്കൊണ്ട് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ